മൂട ഭൂമി അഴിമതി കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ആശ്വാസം. സിദ്ധരാമയ്യയെ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ റിപ്പോർട്ട് ബംഗളൂരു പ്രത്യേക കോടതി അംഗീകരിച്ചു. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ഏറെ വിവാദമായ ഒരു കേസാണ് മൂട ഭൂമി അഴിമതി കേസ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് സിദ്ധരാമയ്യയ്ക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്. എന്തൊക്കെയാണ് ഈ കോടതിയുടെ നിരീക്ഷണങ്ങൾ? പ്രജിൻ 56 കോടി രൂപയുടെ അഴിമതി നടത്തി, അതായത് ഭൂമി കൈമാറ്റ കേസിൽ 56 കോടി രൂപയുടെ അഴിമതി നടത്തി എന്നുള്ളതാണ് കേസ്. അതായത് കർണാടകയിലെ 14 ഇടങ്ങളിലെ ഭൂമി കൈമാറ്റമാണ്. അത് സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ പേരിൽ മാറ്റി നൽകി എന്നുള്ളതാണ് ഈ ഒരു BM പാർവതി, സിദ്ധരാമയ്യയുടെ ഭാര്യ BM പാർവതിയുടെ പേരിൽ മാറ്റി നൽകി എന്നുള്ളതാണ് ഈ കേസ്. എന്തായാലും ആ ഒരു കാര്യത്തിൽ, ആ ഒരു കേസിലാണ് ഇപ്പോൾ ഒരു ആശ്വാസം സിദ്ധരാമയ്യയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. അത് നേരത്തെ ലോകായുക്ത പോലീസ് നൽകിയ റിപ്പോർട്ടുണ്ട്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കേസിൽ സിദ്ധരാമയ്യക്കോ അല്ലെങ്കിൽ ഭാര്യ BM പാർവതിക്കോ ഈ കേസുമായി ബന്ധമില്ല എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ അവരെ അന്വേഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന അർത്ഥത്തിൽ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് എന്തായാലും ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി വിഷയങ്ങൾ കർണാടകയിലെ സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായുള്ള പ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് എന്തായാലും ഈ രീതിയിൽ ഒരു വിധി സിദ്ധരാമയ്യയ്ക്ക് അനുകൂലമായി വരുന്നത്. എന്തായാലും അത് വലിയ ആശ്വാസം തന്നെയാണ് സിദ്ധരാമയ്യയെ സംബന്ധിച്ച്. കാരണം 56 കോടി രൂപയുടെ അഴിമതിയാണ്. 14 ഇടങ്ങളിലെ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഴിമതി കേസായിരുന്നു ഇത്. അതിലെന്തായാലും ഇപ്പോൾ ലോകായുക്ത പോലീസ് നൽകിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്തായാലും ഇപ്പോൾ ബംഗളൂരു പ്രത്യേക കോടതി അംഗീകരിച്ചിരിക്കുന്നു. പക്ഷെ ED ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ആ കേസ് ഇപ്പോൾ നിലവിലുണ്ട് താനും. അതാണ് നിലവിലുള്ള ഈ ഒരു കേസിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.